ಕೊಡಗು ಧ್ವನಿ ಡಿಜಿಟಲ್ ಮೀಡಿಯಾ. ಇದು ಕೊಡಗಿನ ನಂಬರ್ 1 ಯೂಟ್ಯೂಬ್ ಚಾನಲ್. ಈದ್ ಮುಬಾರಕ್. ഇബാദത്തിൽ മുഴുകിയത്, വിശുദ്ധ ഖുർആനുമായി ആത്മബന്ധം സ്ഥാപിച്ചത്, പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നത് ആത്മാവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയായിരുന്നു, ഇച്ഛയെ പിടിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നു. ആത്മാവിനെ നിയന്ത്രിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി മാറുക. മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് അവനെത്താൻ സാധിക്കുക. ആത്മാവിനെ കയറൂരി വിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ മനുഷ്യനാവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈദുൽ ഫിത്തർ ഉയർത്തിപ്പിടിക്കുന്നത്. ഈദ് എന്ന വാക്കിന്റെ അർത്ഥം ആഘോഷിക്കുക എന്ന് തന്നെയാണ്. നമ്മളുടെ ഈ തക്ബീർ ധ്വനികൾ ആഘോഷത്തിന്റെ മർമ്മമാണ്. അള്ളാഹുവിനെ പുകഴ്ത്തി, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അള്ളാഹുവാണ് ഉന്നതൻ, അവന് മാത്രമാണ് സർവസ്തുതി. അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടാണ് നമ്മളൊക്കെയും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈദുൽ ഫിത്തർ എന്ന് പറയുമ്പോൾ ഒരു മാസക്കാലത്തെ വിശുദ്ധ റമദാനിനെ ഫിത്തർ ചെയ്തുകൊണ്ട് അഥവാ മുറിച്ചുകൊണ്ട് നമ്മളിപ്പോ ആഘോഷിക്കുകയാണ്. നമ്മുടെ സന്തോഷം അതാണ്. ഈ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈദ്ഗാഹ് എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പെരുന്നാൾ നമസ്കാരങ്ങളും നിർവഹിച്ചത് ഈദ്ഗാഹിൽ വച്ചായിരുന്നു. അസാബഹുൽ മത്തർ, ഒരു പ്രാവശ്യം മഴ പെയ്തു. ആ സന്ദർഭത്തിൽ മാത്രമാണ് അദ്ദേഹം പള്ളിയിൽ നമസ്കാരത്തിന് ആഹ്വാനം ചെയ്തത്. ഹദീസ് ഗ്രന്ഥങ്ങൾ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ അദ്ദേഹം ആ മഹദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു, അൻ നുഖ്രിജഹുന്ന, നിങ്ങൾ എല്ലാവരും പുറപ്പെടുക, ഫിൽ ഫിത്രി വൽ അദ്ഹ, ഫിത്ർ ഈദുൽ ഫിത്തർ ആ ഒരു പെരുന്നാൾ, അതിലും വൽ അദ്ഹ ഈദുൽ അദ്ഹ ആ ഒരു പെരുന്നാൾ ആ ദിവസത്തിലും നിങ്ങൾ എല്ലാവരും പുറപ്പെടുക. ഇതാരോടാണ് കൽപ്പിച്ചത്? പ്രത്യേകമായിട്ട് സ്ത്രീകളോടാണ്. പുരുഷന്മാരോട് പ്രത്യേകമായി കൽപ്പിക്കേണ്ടതില്ല. സ്ത്രീകളോട് കൽപ്പിച്ചു, നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾ സ്ത്രീകൾ പുറപ്പെടുക, എല്ലാവരും പുറപ്പെടുക. വൽ ഹുയ്യള, അശുദ്ധരായിട്ടിരിക്കുന്ന സ്ത്രീകളും പുറപ്പെടുക. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ മറയുടെ അകത്തിരിക്കുന്ന സ്ത്രീകളും പുറപ്പെടുക. വദവാത്തിൽ ഹുദൂർ, എന്നിട്ടോ വയശ്ഹദിനൽ ഖൈറ വദഅവതൽ മുസ്ലിമീൻ, അവര് വന്നിട്ട് അശുദ്ധരായ സ്ത്രീകൾ ഖുതുബ ശ്രവിക്കട്ടെ, നമസ്കാരത്തെ തൊട്ട് അവർ മാറി നിൽക്കട്ടെ. റവാഹു ബുഖാരി വ മുസ്ലിം, ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രാമാണികമായ ഒരു ഹദീസാണ്. എല്ലാവരും ഈദ്ഗാഹിലേക്ക് വരട്ടെ, കുട്ടികളും വരട്ടെ, പ്രായമുള്ളവരും വരട്ടെ, അശുദ്ധരായ സ്ത്രീകളും വരട്ടെ. എന്തിനു വേണ്ടി വരണം? ആഘോഷിക്കാൻ വേണ്ടി വരണം, സന്തോഷിക്കാൻ വേണ്ടി വരണം. സന്തോഷം പങ്കുവെക്കേണ്ടത് ഈദ്ഗാഹിലാണ്. പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തവർ ഈദ്ഗാഹിലേക്ക് വരട്ടെ. അപ്പോ നമ്മൾ ഒരുമിച്ച് കൂടി സന്തോഷിക്കുകയാണ്. ഈ ഒരുമിച്ച് കൂടൽ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ തക്ബീർ ധ്വനികളും അതാണ്. അപ്പൊ സന്തോഷിക്കേണ്ട സമയം തന്നെയാണ് ഇത്. എന്തല്ല
രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. അതിലൊന്നാണ് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയുമാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു പെരുന്നാൾ ദിവസമായിരുന്നു. ആ വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ പാട്ടുപാടുന്നു. ഈ പാട്ട് കേട്ടപ്പോ, പെരുന്നാൾ ദിവസത്തിൽ പാട്ട് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോ പാട്ടുപാടല്ലേ, പ്രവാചകന്റെ വീട്ടിൽ ശൈത്താന്റെ പാട്ട് പാടില്ല, നിങ്ങൾ പാടരുത് എന്ന് ശക്തമായിട്ട് ആ കുട്ടികളോട് കൽപ്പിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരുത്തിയിട്ട് പറഞ്ഞു, ദഅഹുമാ യാ അബൂബക്കർ, അബൂബക്കറെ അവരെ വിട്ടേക്കൂ, ഫഇന്ന ലികുല്ലി ഖൗമിൻ ഈദ, എല്ലാ സമുദായങ്ങൾക്കും ആഘോഷങ്ങളുണ്ട്, വഇന്ന ഹാദാ ഈദുന, ഇന്ന് നമ്മുടെ പെരുന്നാളാണ്, അവർ പാടിക്കൊള്ളട്ടെ. അപ്പൊ ഹലാലായ അള്ളാഹുവിന്റെ ആ ഹലാല് ഹറാമു പരിധികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനുള്ള അനുവാദം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് സന്തോഷിക്കേണ്ട സമയം തന്നെയാണ്. ഹലാൽ ഹറാമുകൾ അതിന്റെ പരിധികൾ പാലിച്ചുകൊണ്ട് മാക്സിമം നമുക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈദ് എന്ന വാക്കിന്റെ മറ്റൊരു അർത്ഥം മടക്കം എന്നാണ്. അള്ളാഹുവിലേക്കുള്ള മടക്കം, നമ്മുടെ സന്തോഷത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മം ഈ മടക്കം തന്നെയാണ്. അള്ളാഹുവിന്റെ കൂടെയുണ്ട്, അള്ളാഹുവിന്റെ കൂടെ താമസിക്കുന്നു, അള്ളാഹുവിന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തവനാണ്. ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇന്നി ഖരീബ്, ഞാൻ തൊട്ടടുത്തുണ്ട്, നിങ്ങളുടെ സമീപത്തുണ്ട്, ഞാൻ വിദൂരത്തല്ല. അതുകൊണ്ട് ആ സമീപത്തുള്ള അല്ലാഹു, എന്റെ കൂടെയുള്ള റബ്ബ്, ആ റബ്ബാണ് എന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ആ റബ്ബുമായിട്ടുള്ള ആത്മബന്ധമാണ് എന്റെ കരുത്ത് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ മറ്റൊരു സന്തോഷവും എനിക്ക് സന്തോഷമല്ല. എന്റെ കൂടെ റബ്ബില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും പ്രയോജനമില്ല, എനിക്ക് സന്തോഷിക്കാൻ സാധ്യമല്ല. ഈ സന്തോഷത്തിന്റെ മർമ്മം അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. അള്ളാഹുവിലേക്കുള്ള മടക്കം മാത്രമല്ല, തവക്കുലോടെയുള്ള ജീവിതമാണ്. രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ രണ്ട് ഉദാഹരണങ്ങളാണ്. ഒന്ന്, മൂസാ നബി അലൈഹിസ്സലാം. വളരെയധികം പ്രതിസന്ധികളിലൂടെ അദ്ദേഹം കടന്നുപോയി. ഈജിപ്തിലെ ഇസ്രായേല്യർ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തെ ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു പ്രവാചകൻ. ഫറോവ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള, അധികാരമുള്ള, സൈനിക ശേഷിയുള്ള ഒരു ഏകാധിപതിയായിരുന്നു. ആ ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുക, അങ്ങനെ പണിയെടുത്ത് ആ പ്രവാചകൻ ഇസ്രായേല്യരെ രക്ഷപ്പെടുത്തി. ഒരു രാത്രി അവിടെ നിന്ന് പുറപ്പെടുന്നു. അങ്ങനെ വന്ന് തൊട്ടു മുമ്പിൽ ഒരു കടലാണ്, വലിയ ഒരു കടലാണ്, വലിയ പാരാവാരം. അത് മറികടന്നു വേണം അവർക്ക് പോകാൻ. പക്ഷേ ഫറോവയുടെ സൈന്യം അവരെ പിന്തുടർന്നു. തൊട്ടു മുമ്പിൽ പാരാവാരം അലതല്ലുന്ന കടൽ, തൊട്ടു പുറകിൽ അതിനേക്കാൾ ശക്തരായ ഫറോവയുടെ സൈന്യം. ഏത് സന്ദർഭത്തിലും ആരും പകച്ചു പോകുന്ന ഒരു നിർണായകമായ സന്ദർഭം. ആ സന്ദർഭത്തിൽ ഈമാൻ കുറഞ്ഞ, വിശ്വാസം കുറഞ്ഞ മുസ്ലിങ്ങൾ ഫറോവയുടെ ഈ സൈന്യത്തെ കണ്ട് പകച്ചു പോയിട്ട് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, യാ മൂസ, നീ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ഇതാ മുമ്പിൽ കടൽ, പുറകിൽ ഫറോവയുടെ സൈന്യം, നമ്മൾ ഇനി എന്തു ചെയ്യും? ഇങ്ങനെ പകച്ചുപോയ ആ സന്ദർഭത്തിൽ പകച്ചു പോകാത്ത വിശ്വാസത്തിന്റെ കരുത്തുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങൾ, ആ മൂസാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെ പറഞ്ഞ ഒരു വാക്ക് വിശുദ്ധ ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തി, ഇന്ന മഅീ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. അത് വിശ്വാസത്തിന്റെ തേട്ടമാണ്, അത് വിശ്വാസത്തിന്റെ കരുത്താണ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഇന്ന മഅീ
റബ്ബി സയഹ്ദീൻ, ഈ നിർണായക ഘട്ടത്തിൽ എനിക്ക് അവൻ വഴി കാണിക്കും. അങ്ങനെയാണ് കടൽ പിളർന്നത്, അങ്ങനെയാണ് മഹാത്ഭുതങ്ങൾ സംഭവിച്ചത്, അങ്ങനെയാണ് ഫറോവ ആ കടലിൽ തിരമാലകളിൽപ്പെട്ട് മുങ്ങി ഒടുങ്ങിയത്, ഒരു മഹാശക്തി തകർന്നത്, ഒരു ഏകാധിപത്യം അവസാനിച്ചത്. എന്റെ കൂടെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിക്കുമെന്നത് സത്യവിശ്വാസികളെ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു സന്ദേശമാണ്. രണ്ടാമത്തെ ഉദാഹരണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ തലയ്ക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. ശത്രുക്കൾ നാലുപാടും പ്രവാചകരെ അന്വേഷിച്ച് നടക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ, പ്രവാചകൻ ആരും താങ്ങില്ല, തണലില്ല, രക്ഷാ അഭയം അല്ലാഹു മാത്രം, സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ശത്രുക്കൾ അവിടെയും എത്തി. കുതിരയുടെ ഒട്ടകത്തിന്റെ കാലുകൾ ഗുഹയുടെ മുഖത്ത് അപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നു. അവരെങ്ങാനും കുനിഞ്ഞു നോക്കിയാൽ പ്രവാചകരെ കാണും, എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ വധിക്കും. അങ്ങനെ വെപ്രാളപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് വഖാല ലിസാഹിബിഹി, തന്റെ കൂട്ടുകാരനോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കേണ്ടതില്ല അബൂബക്കറെ, പേടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട്. അങ്ങനെയാണ് എട്ടുകാലി വല നെയ്തത്, അങ്ങനെയാണ് അത്ഭുതങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ലോകത്തിനെയും അത്ഭുതങ്ങൾ നടക്കും, ലോകത്തിനെയും അത്ഭുതങ്ങൾ നടക്കും. ഈ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഈമാനിന്റെ കരുത്ത് വേണം, വിശ്വാസത്തിന്റെ കരുത്ത് വേണം. ഈ കരുത്താണ് ഒരു മാസക്കാലം നമ്മൾ പള്ളിയുടെ അകത്തിരുന്ന് ശേഖരിച്ചത്. ഈമാനിന്റെ വെളിച്ചം വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ സഞ്ചരിക്കുകയുണ്ടായി. ആ വിശുദ്ധ ഖുർആനിലൂടെ, ആ ഇഅ്തികാഫിലൂടെ, തറാവീഹ് നമസ്കാരങ്ങളിലൂടെ, ഇഅ്തികാഫ് അതേപോലെ മറ്റ് അനേകം പ്രാർത്ഥനകളിലൂടെ നമ്മൾ സ്വായത്തമാക്കിയത് ഈ ഈമാനിന്റെ കരുത്താണ്. നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇത്രയും കാലം നമ്മൾ പള്ളിയിലായിരുന്നു, നമ്മുടെ നാവിൻ തുമ്പിൽ ദിക്ർ, പ്രാർത്ഥന, മന്ത്രങ്ങളായിരുന്നു. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ ഇനി ജീവിക്കേണ്ടത് ഈ തെരുവിലാണ്, ഈ ടൗണിലാണ്, ഈ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ സത്യത്തെ, നീതിയെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. തഖ്വ എന്ന് പറയുന്ന പ്രത്യേകമായ ഗുണം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെയും ഈ ഒരു മാസക്കാലം നോമ്പെടുത്തത്. തഖ്വയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ, നിങ്ങൾ നീതി കാണിക്കുക, നീതിക്ക് വേണ്ടി ശബ്ദിക്കുക, നീതിയുടെ സ്വരം ഉയർത്തുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തഖ്വ, അതാണ് ഏറ്റവും തഖ്വയുടെ മർമ്മം. നിങ്ങൾ ശാന്തമായി ഒന്ന് ചിന്തിക്കൂ. നീതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, സത്യം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, നീതിരഹിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അനീതിയുടെ വക്താക്കൾ അവരിങ്ങനെ തുരുതുര പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങളാണ് നീതിയുടെ വക്താക്കളെന്ന്. അസത്യത്തിന്റെ വക്താക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങളാണ് സത്യത്തിന്റെ വക്താക്കളെന്ന്. പക്ഷേ അവർ അസത്യത്തിന്റെ വക്താക്കളാണ്, അവർ അനീതിയുടെ വക്താക്കളാണ്. അപ്പോ സത്യം മരിച്ചുകൊണ്ടിരിക്കുന്നു, അനീതി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അഥവാ സത്യാനന്തര കാലഘട്ടമെന്ന് സാമൂഹ്യ സയന്റിസ്റ്റുകൾ അതിനെ വിശേഷിപ്പിക്കുന്നു. ഒരു പോസ്റ്റ് ട്രൂത്ത് എറ, സത്യാനന്തര കാലഘട്ടം. സത്യത്തിന് വിലയില്ലാത്ത, അസത്യത്തിന് മാത്രം വിലയുള്ള ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ മുസ്ലിങ്ങളായ നമ്മുടെ ദൗത്യം എന്താണ്? മുസ്ലിങ്ങൾ നീതിയെ ഉയർത്തിപ്പിടിക്കണം, സത്യത്തെ ഉയർത്തിപ്പിടിക്കണം. കൂനു ഖവ്വാമീന ലില്ലാഹ് ശുഹദാ ബിൽ ഖിസ്ത്. ഇത് അല്ലാഹുവിന്റെ വാക്കാണ്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്നതിന്റെ ആശയം എന്താ? ശുഹദാ ബിൽ ഖിസ്ത്, നീതിയുടെ പതാക വഹിക്കുക. നമ്മൾ യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ അക്രമത്തെ ആഗ്രഹിക്കുന്നില്ല, രക്തപ്പുഴ ഒഴുകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മതത്തിൽ ആ ഒരു സന്ദേശമില്ല. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്.
സമാധാനം എന്നാണ്, ശാന്തി എന്നാണ്. മനുഷ്യർക്ക് സമാധാനത്തിന്റെ, ശാന്തിയുടെ, സഹിഷ്ണുതയുടെ, സാഹോദര്യത്തിന്റെ ഒരു സന്ദേശം മാത്രമാണ് നമുക്ക് പകർന്നു നൽകാനുള്ളൂ. അത് തന്നെയാണ് ഇസ്ലാം പകർന്നു കൊടുത്തിട്ടുള്ളൂ. ഇസ്ലാമിന്റെ ചരിത്രം രക്തത്തിന്റെ ചരിത്രമല്ല, ഇസ്ലാമിന്റെ ചരിത്രം വാളിന്റെ ചരിത്രമല്ല, സമാധാനത്തിന്റെ ചരിത്രമാണ് ഇസ്ലാമിന് പറയാനുള്ളൂ. പക്ഷേ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. ഒരു ഇസ്ലാമിക് ഫോബിക്കായ ഒരു ഇസ്ലാമിക് ഫോബിയ അഥവാ ഇസ്ലാമിനെ കുറിച്ച് പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തെ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ചരിത്രത്തെ വികലമാക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഏതുപോലെ? നിങ്ങൾ ചരിത്രം അല്ലെങ്കിൽ പുരാണങ്ങൾ പഠിക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി, സത്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി, നീതി നിലനിർത്തുവാൻ വേണ്ടി അർജുന നീ യുദ്ധം ചെയ്യൂ എന്ന് കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ ഫിത്ന ഇല്ലാതാകുന്നത് വരെ വഖാതിലു ലാ തകൂന ഫിത്ന, ഫിത്ന അഥവാ നാശം അഥവാ അക്രമം അഥവാ അനീതി, അസമത്വം ഇല്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യണം. അതാണ് യുദ്ധത്തിന്റെ മർമ്മം. ಈ ಈದ್ ಉಲ್ ಫಿತರ್ನ ಈದ್ಗಾಯದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಒಟ್ಟುಗೂಡಿದ್ದೇವೆ. ಈ ಲೋಕದೆಲ್ಲ ಜನರಿಗೂ ಈದ್ ಉಲ್ ಫಿತರ್ನ ಶುಭಾಶಯಗಳನ್ನು ನಾನು ಕೋರುತ್ತೇನೆ. ಒಂದು ತಿಂಗಳ ರಂಜಾನ್ ಉಪವಾಸದ ನಂತರ ಈ ಈದ್ ಉಲ್ ಫಿತರನ್ನು ನಾವು ಈದ್ಗಾಯದಲ್ಲಿ ನಾವು ಅದನ್ನು ಸೆಲೆಬ್ರೇಷನ್ ಮಾಡ್ತೇವೆ. ಇನ್ಶಾಅಲ್ಲಾ ಎಲ್ಲರಿಗೂ ಈದ್ ಮುಬಾರಕ್. ಕೊಡಗು ಧ್ವನಿ ಪ್ರೇಕ್ಷಕರಿಗೆ ಎಲ್ಲರಿಗೂ ನಮ್ಮ ಪರವಾಗಿ ಈದ್ ಮುಬಾರಕ್. I wish all of my brothers and sisters Eid al-Fitr, and I would like to extend my gratitude to all the committee members and all of them behind us. ಎಲ್ಲ ಜನತೆಯರಿಗೂ ಈದ್ ಫಿತರ್ನ ಆಶಂಸೆಗಳನ್ನು ಕೋರುತ್ತಿದ್ದೇನೆ. ನಮ್ಮ ಪರವಾಗಿ ಜಮಾತ್ ಇಸ್ಲಾಮಿ ಗೋಲ್ಕರ್ ಪರವಾಗಿ ಎಲ್ಲರಿಗೂ ಈದ್ ಮುಬಾರಕ್. ಈದ್ ಹಬ್ಬದ ಸರ್ವ ಜನಾಂಗಗಳಿಗೆ ಈದ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. ಒಂದು ತಿಂಗಳದ ತ್ಯಾಗಪೂರ್ಣವಾದ ಉಪವಾಸ ವ್ರತ ಆಚರಿಸಿ ಮುಸಲ್ಮಾನ್ ಬಾಂಧವರು ಇವತ್ತು ಈದ್ ಆಚರಿಸ್ತಾ ಇದ್ದಾರೆ. ಅದೊಂದು ಕಠಿಣವಾದ ಉಪವಾಸದಿಂದ ಅವರು ಪಾಠ ಮಾಡಿರುವ ಯಾವುದೊಂದು ಸಂದೇಶ ಸರ್ವ ಜನಾಂಗಗಳಿಗೂ ಸಮಾಧಾನದ, ಶಾಂತಿಯ ಸಂದೇಶ ಸರ್ವ ಜನಾಂಗಗಳಿಗೂ ಇನ್ನು ಮುಂದಕ್ಕೆ ಮಾಡುವ ಥರ ಅವರ ಒಂದು ತ್ಯಾಗಪೂರ್ಣವಾದ ಒಂದು ಉಪವಾಸದಿಂದ ಅವರು ಇದು ಮಾಡಿದ್ದಾರೆ. ಅದಕ್ಕೆ ಎಲ್ಲರಿಗೂ ಆ ಒಂದು ಸಂದೇಶದ ಶುಭಾಶಯಗಳನ್ನು ಹೇಳುತ್ತಾ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಮ್ಮ ಅಲ್ಲಿ ಬಂದಿರುವ ಎಲ್ಲ ನಮ್ಮ ಪತ್ರಕರ್ತ ಮಿತ್ರರಿಗೂ, ಎಲ್ಲ ಪೊಲೀಸ್ ಸಿಬ್ಬಂದಿಗರೆಲ್ಲರಿಗೂ ಧನ್ಯವಾದ. ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸುತ್ತಾ ನನ್ನ ಎರಡು ಮಾತನ್ನು ಮುಗಿಸ್ತಾ ಇದ್ದೀನಿ. ಕೊಡಗು ಧ್ವನಿ ಡಿಜಿಟಲ್ ಮೀಡಿಯಾ, ಇದು ಕೊಡಗಿನ ನಂಬರ್ 1 ಯೂಟ್ಯೂಬ್ ಚಾನಲ್.